അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന യാൻ ഹരിഡി ബ്രാൻഡിൻ്റെ 100% അക്രിലിക് യാൻ, ഹുക്ക് സൈസ് 3mm ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയിൻ 1 2 3 4 5 ചെയിൻസ് ഇട്ടു. എന്നിട്ട് ആദ്യത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെയിൻ 1 ഇട്ടതിന് ശേഷം ഇങ്ങനെ കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് യാൺ ഓവർ ചെയ്ത് ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് യാണിങ്ങനെ പുൾ ചെയ്തെടുക്കാം. 1 2 3 4 5 6 ടൈംസ് ഇട്ടെടുത്തു. എന്നിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുൾ ചെയ്തെടുത്തിട്ട് ഈ ഒരു പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ലാസ്റ്റത്തെ ലൂപ്പിൻ്റെ ഉള്ളിലിട്ട് പിന്നെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ്സ് കിട്ടും. അതിൽ യാൺ ഓവർ ചെയ്ത് ഒന്നും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ചെയിൻ 1 2 ചെയിൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് യാൺ ഓവർ ചെയ്തിട്ട് അഗെയിൻ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിങ്ങനെ പുൾ ചെയ്തെടുത്ത് 1 2 3 4 5 6 ടൈംസ് എടുത്തു. അഗെയിൻ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. സാധാരണ പീനട്ട് സ്റ്റിച്ച് ഇടുന്നതിൻ്റെ പാറ്റേണാണിത്. അഗെയിൻ 2 ചെയിൻ ഇട്ട് യാൺ ഓവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൂന്നാമതൊരു പീനട്ട് സ്റ്റിച്ച് 1 2 3 4 5 6 എന്നിട്ടിങ്ങനെ ക്ലോസ് ചെയ്യാം. 2 ചെയിൻ. ഇപ്പോൾ നമുക്ക് 3 സ്റ്റിച്ചസ് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് 3 എണ്ണം കൂടി ഇടാനുണ്ട്. ടോട്ടലി ഈ ഒരു റൗണ്ടിൽ 6 സ്റ്റിച്ചസാണ് വരേണ്ടത്, പീനട്ട് സ്റ്റിച്ചസ്. ഇപ്പോൾ നമ്മൾ 6 സ്റ്റിച്ച് ഇട്ടു. 1 2 3 4 5 6 2 ചെയിൻസും ഇട്ടു. അതിനുശേഷം ഈ നടുക്കത്തെ പീനട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ നടുക്കത്തെ സ്റ്റിച്ചിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു. എന്നിട്ട് ഒരു ചെയിനും കൂടി ഇട്ടിട്ട് നമുക്കിത് സ്നിപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ഇതിനകത്ത് തന്നെ ഹൈഡ് ചെയ്ത് നമുക്ക് എക്സസ് ആയിട്ടുള്ള യാൻസ് കട്ട് ചെയ്ത് കളയണം. സെക്കൻഡ് കളർ എടുത്തുകൊണ്ട് ഞാൻ വൈറ്റ് കളർ, എന്നിട്ടൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ആ സെയിം സ്പേസിൽ തന്നെ ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ ഇട്ടു. എന്നിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യാൺ ഓവർ ഒരു പീനട്ട് സ്റ്റിച്ച് ഇടാം. അപ്പോൾ 1 2 3 4 5 6 6 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് ചെയിൻ 1 2 യാൺ ഓവർ സെയിം സ്പേസിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി ഒരു പീനട്ട് സ്റ്റിച്ച് ഇടണം. അപ്പോൾ 1 2 3 4 5 6 എന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ചെയിൻ 3 1 2 3. ഇനി അടുത്ത സ്പേസിൽ ഇതേപോലെ തന്നെ 2 പീനട്ട്സ് ഇടണം. അപ്പോൾ യാൺ ഓവർ 1 2 3 4 5 6 ചെയിൻ 2 എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പീനട്ട് കൂടി 1 2 3 4 5 6
ചെയിൻ 3. അഗെയിൻ സെയിം ഇതിപ്പോൾ ഇട്ടതുപോലെ തന്നെ ഒരു പീനട്ടും 2 ചെയിൻ, അഗെയിൻ 1 മോർ പീനട്ട്, പിന്നെ ഇതിൻ്റെ 2 കഴിയുമ്പോഴത്തേക്ക് 3 ചെയിൻ ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഈ അറ്റം വരെ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 4 6 8 10 12 കിട്ടും ഈ ഒരു റോയിൽ. ചെയിൻ 3 1 2 3. അതിനുശേഷം ആദ്യത്തെ പീനട്ടിൻ്റെ ഈ ഒരു സ്പേസിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു ചെയിൻ കൂടി ഇട്ടിട്ട് നമുക്കിത് സ്നിപ്പ് ഓഫ് ചെയ്യാം. എനിക്ക് തേർഡ് കളർ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് നമ്മളെവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ ഇട്ടു. കുറച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യാൺ ഓവർ അഗെയിൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 1 2 3 4 5 6 ഒരു പീനട്ട് സ്റ്റിച്ച് ഇടാം. ചെയിൻ 2 അഗെയിൻ അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിച്ചും കൂടി 1 2 3 4 5 6. എന്നിട്ട് ചെയിൻ 3 1 2 3 യാൺ ഓവർ നെക്സ്റ്റ് സ്പേസിൽ തന്നെ 2 പീനട്ട് സ്റ്റിച്ച് ഇടാം നമുക്ക്. 1 2 3 4 5 6. ചെയിൻ 2 അഗൈൻ അതിൻ്റെ ഉള്ളിൽ 1 2 3 4 5 6. ചെയിൻ 3 അതേപോലെ തന്നെ ഓരോ സ്പേസിലും 2 പീനട്ട് സ്റ്റിച്ചസ് ഇൻ ബിറ്റ്വീൻ 2 ചെയിനും പിന്നെ 3 ചെയിൻ ഇട്ടിട്ട് നെക്സ്റ്റിൽ അഗെയിൻ ഒരു പീനട്ടും 2 ചെയിനും ഒരു പീനട്ടും അഗെയിൻ 3 ചെയിൻ ഇട്ടിട്ട് നെക്സ്റ്റിൽ അങ്ങനെ ഓരോ സ്പേസിലും ഇവിടെയുള്ള ഓരോ സ്പേസിലും ഇതേപോലെ തന്നെ 2 പീനട്ട് സ്റ്റിച്ചസ് ഇട്ട് ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തെടുക്കാം. 3 ചെയിൻ ഇട്ട് ഇവിടെ ഇനി ആദ്യത്തെ പീനട്ടിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒരു ചെയിനും ഇട്ട് നമുക്കിത് അങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 1 2 3 റോസ് ചെയ്തു. ഇനി നമുക്ക് അഗെയിൻ പിങ്ക് കളർ എടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. എന്നിട്ട് ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് എവിടെയാണ് നിർത്തിയത് അവിടെ ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് യാൺ ഓവർ ഒരു പീനട്ട് സ്റ്റിച്ച് ഇടാം. 1 2 3 4 5 6. ക്ലോസ് ചെയ്തിട്ട് ചെയിൻ 1 അഗെയിൻ ഹൈറ്റ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പീനട്ട് സ്റ്റിച്ചും കൂടി ഇവിടെയാണ് ഇടുന്നത്. ഈ ഒരു ചെയിൻ 1 ഇട്ട സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്ത് 1 2 3 4 5 6. അതിനുശേഷം സെയിം സ്പേസിൽ തന്നെ ഇങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് ഇവിടെ പോയി 1 2 3 4 5 and 6. ഇനി ഈ രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. യാൺ ഇങ്ങനെ പുൾ ചെയ്തെടുത്ത് പഴയതുപോലെ തന്നെ ക്ലോസ് ചെയ്തതിന് ശേഷം ചെയിൻ 1 2 3
ഇനി നെക്സ്റ്റ് സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് 2 ചെയിൻസ് ഇട്ടില്ലായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ yarn over ഒരു പീനട്ട് 1 2 3 4 5 6 ഇത് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെയിൻ 1 ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പീനട്ടും കൂടി 1 2 3 4 5 and 6 എന്നിട്ട് സെയിം സ്പേസിൽ തന്നെ കൊണ്ടുവന്നിട്ട് yarn over ഒരെണ്ണം കൂടി ക്ലോസ് ചെയ്യാതെ 2 3 4 5 6 എന്നിട്ട് ഇതിങ്ങനെ മൊത്തത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ചെയിൻ 1 2 3. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഈ ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് ഈ പെയറില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ചെയിൻ 2ൻ്റെ സ്പേസിൽ ഇതേപോലെ തന്നെ ഒരു പീനട്ടും പിന്നെ ഒരു ചെയിനിട്ട് ഒരു പീനട്ടും കൂടി ഇട്ട് അത് ക്ലോസ് ചെയ്യാതെ രണ്ടാമത്തെ പീനട്ടും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് വേണം ക്ലോസ് ചെയ്യാൻ. അപ്പം അങ്ങനെ ഇത് ഫുൾ ഈ ഒരു റൗണ്ട് ഫുള്ള് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കും. അഗൈൻ ചെയിൻ 3 ഇട്ടു. അതിനുശേഷം ഈ ഒരു ആദ്യത്തെ സ്റ്റിച്ചിലിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഒരു ചെയിനും കൂടി ഇട്ട് ഈ ഒരു yarn സ്നിപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടോട്ടലി ഇവിടെ 1 2 3 4 റൗണ്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഇങ്ങനെ കിട്ടി. നിങ്ങൾക്കിത് എത്ര വലുപ്പത്തിൽ വേണോ അത്രയും വലുപ്പത്തിൽ ഇതേപോലെ തന്നെ ഈ ഒരു 3 റോസ്, ഈ ഫസ്റ്റ് റോ അല്ല ബാക്കിയുള്ള ഈ 3 റോസും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ കിട്ടണോ അത്രയും വലുപ്പത്തിൽ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം വൈറ്റ് എടുത്തിട്ട് ഈ ഒരു സ്പേസിൽ ഓരോ ഒരു പഫ് സ്റ്റിച്ചും 2 ചെയിനും പിന്നെ അഗെയിൻ ഒരു പഫ് സ്റ്റിച്ചും, എന്നിട്ട് ഇവിടെ അതേപോലെ തന്നെ ഒരു പഫ് സ്റ്റിച്ചും 2 ചെയിനും ഒരു പഫ് സ്റ്റിച്ചും ഇൻ ബിറ്റ്വീൻ 3 ചെയിൻസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പം ഒരു പഫ് സ്റ്റിച്ചും ചെയിൻ 2 ഒരു പഫ് സ്റ്റിച്ച് പിന്നെ ചെയിൻ 3 നെക്സ്റ്റ് സ്പേസിൽ വരിക. ഇവിടെ അതേപോലെ തന്നെ 1 പഫ് സ്റ്റിച്ച് 2 ചെയിൻ 1 പഫ് സ്റ്റിച്ച് അഗെയിൻ പിന്നെ 3 ചെയിൻസ് ഇട്ടിട്ട് നെക്സ്റ്റിൽ ഈ ഇൻ ബിറ്റ്വീൻ വരുന്നത് സെപ്പറേഷന് ഇടുന്നത് 3 ചെയിൻസും ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിലിടുമ്പോൾ ഒരു പഫ് സ്റ്റിച്ചും 2 ചെയിനും ഒരു പഫ് സ്റ്റിച്ചും ആണ് ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രീൻ വെച്ചിട്ട് ഈ റോ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള റോ സെയിം പിങ്ക് തന്നെ. അപ്പോൾ ഈ ഒരു 3 റോസാണ് നമ്മൾ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. നമുക്ക് എത്ര സൈസ് ചെറുതാണെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം, ഇനിയും വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയിൽ പുതിയൊരു പാറ്റേണായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.